മുന്തിരി ഫൈൻ 500, പറിക്കാൻ 500 പാടില്ല. സോറി സുഹൃത്തുക്കളെ, മുന്തിരി പറിക്കാൻ പാടില്ല 500 എന്നാണ് സുഹൃത്തുക്കളെ എഴുതിയിരിക്കുന്നത്. മുന്തിരിക്ക് ഫൈൻ ക്വാളിറ്റിയിൽ 500 രൂപ കിട്ടും എന്നാണ് ദലീൽ വിചാരിച്ചത്. യാത്രത് വായിച്ചത് മുന്തിരി 500 ഫൈൻ 500, പറിക്കാൻ 500 പാടില്ല. 500 അല്ല, മുന്തിരി പറിക്കാൻ പാടില്ല. തമിഴ്നാട്ടിൽ കൂടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കേരള റോഡും തമിഴ്നാട് റോഡും തമ്മിലുള്ളൊരു റോഡ്? നല്ല റോഡാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, നല്ല റോഡ്. നമ്മുടെ കുമ്മളി റൂട്ടാണിത്. നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് നേരെ ഇത് കമ്പം, നമ്മൾ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ കമ്പ റൂട്ടാണ്. ശരിക്കും കമ്പം ടൗണിലോട്ട് പോകാൻ പറ്റും. ഈ റോഡ് നേരെ പോകുന്നത് കുമളിയിലോട്ടാണ്. അപ്പോൾ ഈ റൂട്ടിലാണ് മുന്തിരിത്തോപ്പ് എന്നാണ് ഒരുവിധം കൃഷികളെല്ലാം ഉള്ളത് ഈ റൂട്ടിലാണ് സുഹൃത്തുക്കളെ. മുന്തിരിത്തോട്ടം തിരഞ്ഞുള്ള നമ്മുടെ യാത്രയിൽ മുന്തിരിയുടെ MSR ഗ്രേപ്സ് ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണിത്. ഇവിടെ മുന്തിരിയുടെ വിവിധ ഐറ്റങ്ങളുണ്ട്. മുന്തിരി ജ്യൂസ്, അതുപോലെ മുന്തിരിയുടെ ജാം, എല്ലാ ഐറ്റംസും മുന്തിരി വെച്ചിട്ടാണ്. ഇത് ഒരു ഗ്രേപ്പിൻ്റെ ഒരു തോട്ടമാണിത്. നമുക്കിനി കൂടുതലായിട്ട് ഇതിലോട്ട് പോയി നോക്കാം. ഇവിടെ ഫ്രഷ് മുന്തിരി നമുക്ക് കാണാൻ പറ്റും. പിന്നെ മുന്തിരി ജ്യൂസ്, മുന്തിരി വൈന്, അതുപോലുള്ള ഐറ്റംസ് എല്ലാം ആണ് ഇവിടെ ഉള്ളത്. തോട്ടത്തിനെ കടയാണ്, ഫാക്ടറി ഔട്ട്ലെറ്റ് പോലെ അല്ലേ? അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇത് നമ്മുടെ കമ്പനി ജ്യൂസ് ഗ്രേപ്പ് ഡ്രിങ്ക്. ഇതെന്താ സംഭവം? ഇത് ഡയറക്റ്റ് കുടിക്കാനാണ്. അത് ഒരു ഗ്ലാസ് എടുത്തിട്ട് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഒരു ഗ്ലാസ് എടുത്തിട്ട് 3 ഗ്ലാസ് വെള്ളം. എല്ലാ സ്വീറ്റും എല്ലാ സംഭവങ്ങളും അതിലുണ്ട്. വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇവരുടെ തന്നെ പ്ലാന്റേഷൻ, അതായത് മുന്തിരിത്തോട്ടമാണ് ഇവിടെ ബാക്കിലുള്ളത്. നമുക്ക് അവിടെ പോയാൽ ഫ്രഷ് മുന്തിരി അവരുടെ അടുത്ത് വാങ്ങാന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ നിന്ന് പോയി നോക്കാം. സ്ഥലത്തിൻ്റെ പേരെന്താ? ഇത് ആക്ച്വലി നമ്മൾ കമ്പം കുമ്മി റൂട്ടിലോട്ട് പോകുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണ് സുഹൃത്തുക്കളെ. നമ്മൾ MSR ഗ്രേപ്സ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ തോട്ടത്തിലോട്ടാണ് നമ്മൾ MSR ഗ്രേപ്സ്. നമ്മൾ പോയി നോക്കാം. 40 ഏക്കറോളം ഉണ്ട് എന്നാണ് പറഞ്ഞത്. മുന്തിരിത്തോട്ടം പടർന്ന് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ മുന്തിരിത്തോട്ടത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഞങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടേക്ക് പച്ച മുന്തിരികളുണ്ട്. കുറച്ചങ്ങ് പോയാൽ പഴുത്ത മുന്തിരി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് വന്ന് സ്റ്റേജ് 1 തന്നെ, ഇത് സ്റ്റേജ് 2 തന്നെ. സ്റ്റേജ് 1 സ്റ്റേജ്. അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ നിന്ന് ഓൾറെഡി സംഭവം എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വിളവെടുക്കണം ഇവിടെ. അതിന് വീണ്ടും അവർക്ക് തൈ വെച്ച് നടണം. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജാണിത്. ഇത് പാകമാവാത്ത മുന്തിരികളാണ്. സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത ലാസ്റ്റ് സ്റ്റേജിലാണിത്. ഇത് ഏകദേശം പാകമായി. ഇത് മുടിഞ്ഞില്ല, ഇതെടുക്കാൻ മുടിയില്ലേ? എவ்வளோതാ ടൈം എടുക്കും ഇത്? ഫസ്റ്റ് സ്റ്റേജ് മുതൽ എவ்வளோതാ ടൈം എടുക്കും ഇത്? എന്താ മാതിരിയാവും? 4 മാസം. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഫസ്റ്റ് ഒരു തൈ വെച്ചിട്ട് ഇത് വളർന്ന് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് എല്ലാം കഴിഞ്ഞ് അവസാന സ്റ്റെപ്പ് ആകുമ്പോഴേക്ക് 4 മാസത്തെ സമയമാണ് എടുക്കുന്നത്. 4 മാസം ആകുമ്പോഴേക്ക് നമുക്ക് നല്ല മധുരമുള്ള പഴുത്ത മുന്തിരിയായി വരുന്നതാണ്. അല്ല, ഇത് കട്ട് പണിയിട്ട് അവളെ മറുപടി ഇതിൽ വരുമോ? അപ്പോൾ ഇത് കട്ട് ചെയ്താൽ വീണ്ടും അതിൽ തന്നെ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് തന്നെ എതുക്ക് അപ്പടി എതുക്ക് എടുത്തത്? എത്ര തവണ ഡേറ്റ് ആകുമ്പോൾ എടുക്കും മുടിയും? 4 മാസം അപ്പുറം വീണ്ടും ഇതിന് വരുമോ? വീണ്ടും കിളിർക്കും അല്ലേ? 4 മാസം കഴിഞ്ഞാൽ വീണ്ടും ഇതിൽ വരുന്ന പറഞ്ഞ ഒരു ആവറേജ് സമയമാകുമ്പോഴേക്ക് ഇതെന്നെ എടുത്തിട്ട് വീണ്ടും പുതിയ തൈ നടണം. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫലഭൂഷ്ടി അതിന് നഷ്ടപ്പെടുന്നതായിരിക്കും. കയറുന്ന അടുത്ത് ഇവിടെ ജസ്റ്റ് ഇവരുടേതായിട്ട് തന്നെ ഒരു ഷോപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ എനിക്ക് തോന്നുന്നത് മുന്തിരിയുടെ പല ഇനം ഇതാ ഫൈൻ 500, മുന്തിരി ഫൈൻ 500, പറിക്കാൻ 500 പാടില്ല. സോറി സുഹൃത്തുക്കളെ, മുന്തിരി പറിക്കാൻ പാടില്ല 500 എന്നാണ് സുഹൃത്തുക്കളെ എഴുതിയിരിക്കുന്നത്. മുന്തിരിക്ക് ഫൈൻ ക്വാളിറ്റിയിൽ 500 രൂപ കിട്ടും എന്നാണ് ദലീൽ വിചാരിച്ചത്. യാത്രത് വായിച്ചത് മുന്തിരി 500 ഫൈൻ 500, പറിക്കാൻ 500 പാടില്ല. 500 അല്ല, മുന്തിരി പറിക്കാൻ പാടില്ല. നമുക്കിതിൽ നടന്നു നോക്കാം. നമ്മളവിടെയൊക്കെ കൈപ്പങ്ങയൊക്കെ തൂങ്ങി നിൽക്കണം നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് പഴുത്ത മുന്തിരി കാണാട്ടോ. തൊടണ്ട. എന്താണ് സുഹൃത്തുക്കളെ, വരൂ നമുക്ക് ഒരുമിച്ച് മുന്തിരിത്തോട്ടങ്ങളിൽ ഇങ്ങനെ 40 ഏക്കർ മുന്തിരിയാണ് ഇവിടെ കൃഷി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട്. 40 ഏക്കർ ഇവിടെ നിന്നും 40 ഏക്കർ മുന്തിരി ഇങ്ങനെ വള്ളികൾ പടർന്ന് പിടിച്ചിരിക്കുകയാണ്.
എത്ര മനോഹരമായ കാഴ്ചകളാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ. നമുക്ക് ഈ സൈഡിൽ ഇതേ പച്ച മുന്തിരി ഇപ്പം തളിർത്തതേ ഉള്ളൂ. പച്ച മുന്തിരി ഇവിടെ ഇങ്ങനെ പച്ച കളറിൽ നിൽക്കുമ്പോൾ ഇത് ആ സൈഡിൽ ഒരു 10 മീറ്റർ അകലെ നമുക്ക് ഇത് പഴുത്ത നല്ല പാകമായിട്ടുള്ള മുന്തിരി. ഇത് ശരിക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറിച്ചു കഴിഞ്ഞാൽ 500 രൂപ ഫൈനാണ്. ഞാൻ വേണമെങ്കിൽ ചുംബിച്ച് കാണിച്ചാ സ്മെല്ല് സുഹൃത്തുക്കളെ. പച്ച ഫ്രഷ് മുന്തിരി, ഫ്രഷ് ഏതെടുത്താലും 10, ഏതെടുത്താലും 10. മുന്തിരി തട്ടി എനിക്ക് നടക്കാൻ വലിയ നീളമുണ്ടാകുമ്പോഴുള്ള പ്രശ്നമാണ്. പാകത്തിന് നീളാകുമ്പോൾ നമുക്ക് ഇതിൽ നടന്നു പോകാം. നീളം കൂടിയത് കാരണം മുന്തിരി തോട്ടങ്ങളിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. MSRന്റെ തോട്ടത്തിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ഷോപ്പ് ഉണ്ട്. ഇവിടെ മുന്തിരി എല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. 3 കിലോക്ക് 180 രൂപ, 5 കിലോക്ക് 300 രൂപ. അവിടെ ട്രെയിൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിവിടെ വിൽക്കാൻ വേണ്ടി മാത്രമാണ്. വേറെ എന്നാ ജീങ്ക? വേറെ വൈന്, ബിയർ, അപ്പുറം ஜூஸ் வந்து இங்கே ஃப்ரெஷ்ஷாக அடிச்சு கொடுத்துட்ருக்கா? ஜூஸ் இருக்கு, நம்ம பாட்டில் ஜூஸ் இருக்கு. இது எப்போ சீசன் எப்படி இதுக்கு? சீசன் வந்து ஒரு வருஷத்துக்கு 3 சீசன் எடுக்கும். ஒரு சீசனுக்கு வந்து 4 மாதத்துக்கு ஒரு சீசன். அது என்ன மாதம்? நம்ம ப்ரூனிங் பண்ணுறது பொறுத்து. ப்ரூனிங் பண்ணி 4 மாதத்தில் 120 ദിവസத்தில் பழம் உண்டாயிரும். பழத்தை பறிச்சுட்டு இலையெல்லாம் வெட்டி களையணும். பண்ணிட்டு பின்ன அது தள ப்ரூனிங் பின்ன அது தளத்து பூ எடுத்து அப்படி பிஞ்சாகி காயாகும். அது 4 மாதம் எடுக்கும். 4 മാസം എടുക്കും. 4 മാസമാണ് സീസൺ അല്ലേ? തിരുപ്പതി അണ്ണ പറഞ്ഞത് ഒരു വർഷത്തേക്ക് 3 സീസൺ ഉണ്ടെന്നാണ് പറഞ്ഞത്. 4 മാസം കൂടുമ്പോഴാണ് ഇവിടുത്തെ സീസൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ജ്യൂസ് കഴിക്കാൻ പോകണം. നമ്മൾ 3 പേർക്ക് ഫ്രഷ് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. 40 രൂപയാണ് ഫ്രഷ് ജ്യൂസ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഫ്രഷ് ജ്യൂസ് ക്യാൻസറിനെ പ്രതിരോധിക്കും. അതുപോലെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം വർദ്ധിക്കാനെല്ലാം നല്ലതാണ്. മുന്തിരി എന്തുകൊണ്ടും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ആ ബ്ലഡിൻ്റെ കളർ തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടും രക്തം ശുദ്ധീകരിക്കാം. ആൻറ്റിബയോട്ടിക് ആണെന്നാണ് തിരുപ്പതി അണ്ണ നമ്മോട് പറയുന്നത്. എന്തായാലും ഫ്രഷ് ജ്യൂസ് മുന്തിരിത്തോപ്പങ്ങൾക്കിടയിലൂടെ ഫ്രഷ് ജ്യൂസ് എടുത്തിട്ട് നമുക്കൊന്ന് കുടിച്ച് നോക്കാം. അതിൻ്റെ ഒരു സുഖം നമുക്ക് അനുഭവിക്കല്ലേ സുഹൃത്തുക്കളെ? ഷുഗർ സിറപ്പാ? சுகர் அந்த சீடோடு இருக்கிறதெல்லாம் கொஞ்சம் கைப்பு இருக்கும். சரி, அதனால கொஞ்சம் சுகர் ஆட் பண்ணிக்கணும். டேஸ்ட் கிடைக்காது. சரி சரி. വേൾഡ്സ് ബെസ്റ്റ് ഫ്രഷ് ഗ്രേപ്പ് ജ്യൂസാണ്. ഞാൻ പറയും, കാരണം ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല, ഒന്നുമില്ല. ഇത് എവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് വേറെ ഒന്നും ചേർക്കാതെ നമ്മുടെ കയ്യിൽ ചേട്ടൻ തന്നിരിക്കുകയാണ്. ഈ മുന്തിരിത്തോപ്പുകൾക്കിടയിലൂടെ മുന്തിരി ജ്യൂസ്, ഫ്രഷ് മുന്തിരി ജ്യൂസ് നമ്മൾ കുടിക്കാൻ പോവാണ്. നമുക്ക് കുടിച്ച് നോക്കാം. വല്ലാത്തൊരു ഫീല്. മുന്തിരികൾക്കിടയിൽ നിന്ന് ഫ്രഷ് മുന്തിരി ജ്യൂസ് കുടിക്കുന്ന ഒരു ഫീല് ഇവിടെ വന്ന് കുടിച്ചാൽ തന്നെ നമുക്കതിൻ്റെ ഫീല് കിട്ടുള്ളൂ സുഹൃത്തുക്കളെ. മുന്തിരിത്തോപ്പിൽ നിന്നും മുന്തിരി ജ്യൂസ് കുടിച്ചത് നമ്മളിവിടെ നിന്ന് വിട പറയുകയാണ്. നല്ല ഫ്രഷ് മുന്തിരി ജ്യൂസ് കുടിച്ചിട്ട് നമ്മുടെ വയറും ശരീരമെല്ലാം നല്ല ഫ്രഷ് മൂഡിലാക്കി നമ്മളിത് ഇവിടുന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്നും വിട പറയാം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം മലബാരീസ്.